ആശ വളരെ റെഗുലറായിട്ട് പ്രാക്ടീസ് ചെയ്തിരുന്നത് KCAയുടെ കോച്ചിങ്ങിലാണെന്ന് പറഞ്ഞു. അത് KCA നെറ്റ്സിലാണോ വേറെ ഏതെങ്കിലും ഗ്രൗണ്ടിലാണോ? മറ്റ് പരിശീലകർ ആരൊക്കെ? ലെഗ് സ്പിൻ ഓരോന്നായി ചോദിക്കാം. എവിടെയായിരുന്നു, ഏത് ഗ്രൗണ്ടിലായിരുന്നു പരിശീലനം ഇതുവരെ? ഞാൻ സ്റ്റാർട്ട് ചെയ്തത് സ്പോർട്സ് കൗൺസിലിൻ്റെ നമ്മുടെ സെൻട്രൽ സ്റ്റേഡിയത്തിൽ തന്നെയായിരുന്നു. ശ്രീകുമാർ സാറ്, അത് കഴിഞ്ഞ് സോഹൻ സാർ ഉണ്ടായിരുന്നു. പിന്നെ അതിനുശേഷം മെഡിക്കൽ കോളേജ് ഗ്രൗണ്ടായിരുന്നു പ്രാക്ടീസ്. അവിടെ ഇപ്പോഴും എൻ്റെ കോച്ച് ആരൻ ജോർജ് തോമസ്, അവിടെ ബിജു ജോർജ് സാർ ഉണ്ടായിരുന്നു. പിന്നെ വന്നിട്ട് ഇപ്പം ഞാൻ ഹൈദരാബാദിൽ കോച്ചിങ് ബിയോണ്ട് നെക്സ്റ്റ് ജെൻ ക്രിക്കറ്റ് അക്കാഡമി, ആ 2 സ്ഥലത്തായിട്ടാണ് ഹൈദരാബാദ് പ്രാക്ടീസ് ചെയ്യുന്നത്. ഇവിടെ വരുമ്പോഴെല്ലാം ബെലിൻ ടർഫ് ക്രിക്കറ്റ് അക്കാഡമി, എൻ്റെ പഴയ കോച്ച് ഇപ്പോഴും എൻ്റെ കോച്ച് ആരൻ സാറിൻ്റെ കൂടെയാണ് പ്രാക്ടീസ് ചെയ്യുന്നത്. ഈ മെഡിക്കൽ കോളേജ് ഗ്രൗണ്ടിന് ഒരു പ്രത്യേകത ഉള്ളത് അറിയാമോ? എന്താണ് ആശയ്ക്ക് തോന്നുന്നൊരു പ്രത്യേകത പറഞ്ഞോളൂ. തോന്നുന്ന പ്രത്യേകത ഒന്ന്, നിങ്ങൾക്ക് സ്വന്തമായിട്ട് അവിടെ ഒരു പെറ്റ് ഉണ്ട്, ഒരു പെറ്റ് ഡോഗ് അല്ലേ? എന്താണ്? ഒരു നായക്കുട്ടി ഇല്ലേ? ഒരു നായ സ്ഥിരമായി. അതെ അതെ അതെ. പിന്നെ ആ ഗ്രൗണ്ടിലാണ് സഞ്ജു സാംസൺ സിക്സർ പറത്തി തുടങ്ങിയത് എന്ന് ഞാൻ കേട്ടിട്ടുണ്ട്, നാട്ടിൽ വന്ന ശേഷം ഡൽഹിയിൽ നിന്ന്. ആ ഗ്രൗണ്ടിന് പുറത്തിരിക്കുന്ന കെട്ടിടത്തിന്റെ മുകളിലേക്കൊക്കെ സഞ്ജു സാംസന്റെ സിക്സർ പറന്നിട്ടുണ്ട്, കേട്ടിട്ടുണ്ടോ? പിന്നെ ഞാൻ കണ്ടിട്ടുള്ളേ. സഞ്ജുവിനെ വളരെ ചെറുപ്പം മുതൽ തന്നെ കാണാൻ പറ്റിയ ഒരു ഭാഗ്യം എനിക്കുണ്ട്. കാരണം സഞ്ജു എനിക്ക് തോന്നുന്നു എൻ്റെ ഊഹം ശരിയാണെങ്കിൽ ഒരു 14-15 വയസ്സ് മുതൽ തന്നെ എനിക്ക് കൂടെ പ്രാക്ടീസ് ചെയ്യാനും സഞ്ജുവിൻ്റെ ഓരോ ഷോട്ട്സ് കണ്ടിട്ട് ഇങ്ങനെ അതിശയിച്ച് നിൽക്കാനുള്ള അവസരമൊക്കെ കിട്ടിയിട്ടുണ്ട്. അപ്പോൾ വളരെ ചെറിയ യങ് ഏജിൽ തന്നെ സഞ്ജു ഇങ്ങനെ വലിയ സിക്സൊക്കെ അടിക്കുമ്പോൾ എനിക്ക് ഉറപ്പായിരുന്നു സഞ്ജു എന്തായാലും ഒരു ഇന്ത്യൻ പ്രോസ്പെക്ട് ആണെന്ന് എനിക്ക് ഒരു 100% ഉറപ്പായിരുന്നു. ഈ താരങ്ങൾ പ്രാക്ടീസ് ചെയ്ത ആ സ്ഥലത്താണ് ആശയും. അതെ, പക്ഷെ ഇത് എനിക്ക് പുതിയ അറിവാണ്. സഞ്ജു സാംസൺ ആ ഗ്രൗണ്ടിൽ പ്രാക്ടീസ് ചെയ്തിട്ടുണ്ടെന്നുള്ളത് എനിക്കറിയാം. ബിജു ജോർജ് അവിടെ ഉണ്ടായിരുന്നു. ബിജു ജോർജ് എൻ്റെ ഒരു സുഹൃത്താണ്, കോച്ച്. അങ്ങനെയാണ് ബിജുവിൻ്റെ പ്രിയപ്പെട്ട ഒരു നായ്ക്കുട്ടിയുണ്ട്, അവിടെ തന്നെ ഉണ്ടാവും. ബിജു വരുന്നത് കാത്തവിടെ ഉണ്ടാവും. ഇങ്ങനെ വളരെ രസകരമായ കാഴ്ചയിൽ ഒരു കാര്യം ശ്രദ്ധിക്കേണ്ടത്, ഒരു രാജ്യാന്തര നിലവാരവും ഇല്ലാത്തൊരു വെറും മൈതാനമാണത്. പലപ്പോഴും മാറ്റൊക്കെ വിരിച്ചാണ് പ്രാക്ടീസ് ചെയ്യുന്നത്. ഒരറ്റത്ത് നെറ്റ്സ് ഉണ്ട്. ഇതുപോലുള്ള ദേശീയ രാജ്യാന്തര താരങ്ങൾ അവിടെ നിന്നാണ് വന്നതെന്ന് പറഞ്ഞാൽ, പുറത്തു നിന്നൊരു കോച്ചിനോടോ കളിക്കാരനോടോ പറഞ്ഞാൽ വിശ്വസിക്കില്ല. അപ്പോൾ അതാണ് ഒരു സാഹചര്യവും, ഒരു ഭൗതിക സാഹചര്യവും പ്രശ്നമല്ല പ്രതിഭകളെ തേച്ച് മിനുക്കാൻ എന്നുള്ളത് കൊണ്ട്. ആശ, ഇത് ഞങ്ങൾക്ക് പ്രേക്ഷകർക്ക് പുതിയ അറിവാണ്. സഞ്ജു സാംസൺ ഒപ്പം പ്രാക്ടീസ് ചെയ്തിരുന്ന, അല്ലെങ്കിൽ സഞ്ജു സാംസൺ 14-15 ടീനേജിൽ സഞ്ജു സിക്സർ അടിച്ച് തെളിയുമ്പോൾ അവിടെ ഒപ്പം പ്രാക്ടീസ് ചെയ്യുകയും കണ്ടു നിൽക്കുകയും ചെയ്തു എന്നുള്ളത് കൗതുകം. 2, ലെഗ് സ്പിൻ സ്പെഷ്യലൈസ്ഡ് ആയിട്ട് ഒരു കോച്ചിങ് ഉണ്ടായിട്ടുണ്ടോ കേരളത്തിൽ വെച്ച്? അതോ അക്കാഡമിയിൽ പോയ ശേഷമാണോ? ആരെങ്കിലും ലെഗ് സ്പിൻ വളരെ സ്പെസിഫിക് ആയിട്ട് അതിൻ്റെ സ്കിൽസ് ഒക്കെ പറഞ്ഞു തന്നിട്ടുണ്ടോ? എൻ്റെ ഒരു മാക്സിമം ക്രെഡിറ്റ് എൻ്റെ കോച്ച് ആരൻ സാറിനാണ് പോകേണ്ടത്. കാരണം വെച്ചാൽ സാറ് അതെ മിസ്റ്റർ ജോർജ് തോമസ് സാറ് വന്നിട്ട് എൻ്റെ ലെഗ് സ്പിന്നിൽ ഒരുപാട് എൻ്റെ യങ് ഏജ് മുതൽ തന്നെ ഞാൻ ലെഗ് സ്പിൻ എപ്പോൾ മുതൽ ടേൺ ചെയ്തു അപ്പോൾ മുതൽ തന്നെ സാറിന് എൻ്റെ മേലിൽ ഭയങ്കര ഹോപ്പ് ഉണ്ടായിരുന്നു. ലെഗ് സ്പിന്നിൽ ഞാൻ ഹയസ്റ്റ് ലെവലിൽ കളിക്കാൻ പറ്റും എന്നുള്ളൊരു ഹോപ്പ് ഉണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ സാറ് വളരെ എൻ്റെ കൂടെ നിന്ന് എൻ്റെ കൂടെ വർക്ക് ചെയ്തിട്ടുണ്ട്. പിന്നെ എനിക്ക് KCAയോട് താങ്ക്സ് പറയണം. കാരണം KCA ഒരു 15 ബോയ്സിനെ ടെറി ജേണേഴ്സ് മാക്സിം ഫൗണ്ടേഷനിൽ വിട്ടായിരുന്നു ഒരു 10 ഡേ ക്യാമ്പിന് ചെന്നൈയിൽ. അപ്പോൾ അതിൽ എന്നെയും കൂടെ അവർ ആസ് എ ലെഗ് സ്പിന്നർ എന്നെയും കൂടെ വിട്ടായിരുന്നു. അപ്പോൾ അവിടെ ഷെയ്ൻ വോണിൻ്റെ കോച്ച് ടെറി ജെന്നർ സാർ ഉണ്ടായിരുന്നു. അപ്പോൾ സാറിൻ്റെ കീഴിൽ ഒരു 10 ദിവസം എനിക്ക് ട്രെയിനിങ് കിട്ടി. അത് സാർ ഭയങ്കര ഇമ്പ്രസ്ഡ് ആയിരുന്നു. ആദ്യത്തെ ദിവസമൊക്കെ ഞാൻ ചെറിയ പിള്ളേരോടൊരു നെറ്റ്സിലായിരുന്നു. അപ്പോൾ എനിക്ക് ഒരു ബോർ അടിച്ചിരുന്നു. സാർ എന്താ എന്നെ ചെറിയ പിള്ളേരുടെ നെറ്റ്സ്, അപ്പോഴത്തെ ഒരു ഏജിൽ അങ്ങനെ തോന്നി. അപ്പോൾ സാർ എൻ്റെ അടുത്ത് ഒരു പ്രാവശ്യം ഞാൻ ബോൾ ചെയ്യുന്ന കണ്ടിട്ട് എല്ലാ ബോയ്സിനും രഞ്ജി പ്ലേയേഴ്സൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ എന്നിട്ട് എല്ലായിടത്തും പറഞ്ഞു ഐ വോണ്ട് എവറിബഡി ടു ബോൾ ലൈക്ക് ആശ എന്ന് പറഞ്ഞു. എന്നിട്ട് എന്നെ പേഴ്സണലായിട്ട് വിളിച്ചു പറഞ്ഞു പ്രിൻസസ് ഇഫ് യു ബോൾ ലൈക്ക് ദിസ് യു ക്യാൻ ഗെറ്റ് 10 വിക്കറ്റ് ഓൾസോ എന്ന് പറഞ്ഞു. അപ്പോൾ എനിക്ക് കണ്ണൊക്കെ നിറഞ്ഞ് എന്ത് പറയണമെന്ന് പറഞ്ഞുകൂടെ അതായിപ്പോയി. പിന്നെ അത് മാത്രമല്ല, ഒരാളുടെ താങ്ക്സ് പറയണത് ലക്ഷ്മൺ ശിവരാമകൃഷ്ണൻ സാറിനോടാണ്. ഈ WN തൊട്ട് മുമ്പ് എനിക്കൊരു 3-4 ദിവസം ലക്ഷ്മൺ സാറിൻ്റെ കൂടെ വർക്ക് ചെയ്യാൻ ചെന്നൈയിൽ സാർ ഓഫർ ചെയ്തിരുന്നു കോച്ചിങ്. അപ്പോൾ എനിക്ക് അവിടെ പോയി ചെന്നൈയിൽ താമസിച്ചൊരു 2-3 ദിവസം എനിക്ക് സാറിൻ്റെ കീഴിൽ പ്രാക്ടീസ് ചെയ്യാൻ പറ്റി. അതും എനിക്ക് വളരെ ഹെൽപ്പായിട്ടുണ്ട്.